ഹായ് മക്കളെ, ജെസി സാറാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എൻ്റെ 7ാം ക്ലാസ്സിലെ മക്കളോട് പറയാൻ വേണ്ടിയിട്ടാണ് സാറ് വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, നമുക്കറിയാം നമ്മുടെ മുൻപിലേക്ക് ഇനി വരാവുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള USS എക്സാം ഉണ്ട് അല്ലേ. USS എക്സാം ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു എക്സാം എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് എക്സാം ആണ്. സോ ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഓണം എക്സാം കഴിഞ്ഞു. പല ആൾക്കാർക്കും പേപ്പറൊക്കെ കിട്ടി, എല്ലാ ആൾക്കാർക്കും പേപ്പറൊക്കെ കിട്ടി. സ്കൂളുകൾക്കകത്ത് ക്ലാസ് PT ഒക്കെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില കുട്ടികളൊക്കെ പറയുന്നുണ്ട്, സാർ ഓണം എക്സാമിന് വിചാരിച്ചതുപോലെ മാർക്കൊന്നും സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല, ചില സബ്ജക്റ്റിനകത്തൊക്കെ മാർക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പല മക്കളും പറയുന്നുണ്ട്. 7ാം ക്ലാസ്സിനെ സംബന്ധിച്ചോളം നിങ്ങൾക്കറിയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്ലാസ് തന്നെയാണ് 7ാം ക്ലാസ്. കാരണം നെക്സ്റ്റ് നിങ്ങൾ 8ാം ക്ലാസ്സിലേക്കാണ് പോകുന്നത്. അത് മാത്രമല്ല, 7ാം ക്ലാസ്സിനകത്താണ് USS എക്സാം എഴുതാനുള്ളത്. USSനകത്ത് ഭംഗിയായിട്ട് പഠിച്ചാൽ മാത്രമാണ് ഒന്ന് USS കിട്ടുക. അതേപോലെ തന്നെ USS കിട്ടിയിട്ടില്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. അടുത്ത വർഷം നമുക്ക് NMMS എന്ന് പറയുന്ന 48,000 രൂപയ്ക്കുള്ള സ്കോളർഷിപ്പ് കിട്ടുന്ന എക്സാം നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, എഴുതാനുണ്ട്. സോ 7ാം ക്ലാസ് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ 7ാം ക്ലാസ്സിനകത്ത് എങ്ങനെ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ, USS നേടണമെന്ന് ആഗ്രഹമുള്ള മക്കളുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ക്രിസ്മസ് എക്സാമിനകത്ത് വലിയ മാർക്ക് നേടണം എന്ന ആഗ്രഹമുള്ള മക്കളാണെങ്കിൽ, മക്കളെ നിങ്ങൾക്ക് വേണ്ടി ഒരു കിഡിലനായിട്ടുള്ള ഒരു സൊല്യൂഷനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അത് മറ്റൊന്നുമല്ല മക്കളെ, നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചാണ്. സൈലത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 7ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയുള്ള ബാച്ചാണ് അവഞ്ചേഴ്സ് ബാച്ച് എന്ന് പറയുന്നത്. അവഞ്ചേഴ്സ് ബാച്ച് ഇപ്പോൾ ഓൾറെഡി ഒരു ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്തു, അതിൻ്റെ അഡ്മിഷനൊക്കെ ഏകദേശം ഒന്ന് പൂർത്തിയായി. അതിനുശേഷം ഇതുപോലെ തന്നെ കുറേ ആൾക്കാർ പറഞ്ഞു, സാർ ഞങ്ങൾക്ക് ചേരണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് അവഞ്ചേഴ്സ് 2.0 എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മകളെ, എന്താണ് അവഞ്ചേഴ്സ് ബാച്ചിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്നതാണ്. ഒന്നാമത്തത്, റെക്കോർഡഡ് ലൈവ് ക്ലാസ്സുകളായിരിക്കും. അതായത് എല്ലാം നിങ്ങൾക്ക് നേരത്തെ തന്നെ ടൈം ടേബിൾ തരും. ആ ടൈം ടേബിൾ തന്ന് അത് ലൈവ് ക്ലാസ്സുകളായിട്ട് എന്ത് ചെയ്യും, നടക്കും. ഈവൻ നിങ്ങൾക്കിപ്പോൾ ആ ഒരു ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ആ ക്ലാസ് ഓൾറെഡി നമ്മുടെ സൈലത്തിൻ്റെ ആപ്പിനകത്ത് എന്ത് ചെയ്യും, അത് റെക്കോർഡായിട്ട് കിടക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് കാണാം. അതുമായി ബന്ധപ്പെട്ട നോട്ട്സും കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ട ഒരു സാധനമാണ് ക്വസ്റ്റ്യൻസ്. മക്കളെ, എക്സാമിന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതേപോലെ അതിൻ്റെ ആൻസേഴ്സ് എല്ലാം തന്നെ നമുക്ക് എന്താണ് ആപ്പിനകത്ത് അവൈലബിൾ ആണ്. ഇനി അതല്ല, മക്കളിപ്പോൾ ടീച്ചേഴ്സിനോടൊക്കെ നേരിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് വിചാരിക്കാം. നമ്മൾ സൈലത്തിനകത്ത് കാണുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടല്ലോ, അവരോടൊക്കെ നേരിട്ടൊരു ചോദ്യം ചോദിക്കണം. അങ്ങനെയാണെങ്കിൽ അതിനുള്ള ഓപ്ഷൻ കൂടി എന്തുണ്ട്, ഈ ഒരു ആപ്പിനകത്തുണ്ട്. അപ്പോൾ ഇത്തരത്തിലേക്ക് കിഡിലൻ ഫീച്ചേഴ്സുകൾ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ച് എന്ന് പറയുന്നത്. സോ മക്കൾ എന്ത് ചെയ്യണം, താഴെ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ വിളിക്കുക, അവഞ്ചേഴ്സ് ബാച്ചിൻ്റെ ഭാഗമായി മാറുക. ഈ വർഷത്തിൽ നമ്മൾ ഇനി എഴുതാൻ പോകുന്ന USS എക്സാമും അതുപോലെ തന്നെ ക്രിസ്മസ് എക്സാമും അടിപൊളിയാക്കി ഉഷാറാക്കി നമുക്ക് എന്ത് ചെയ്യണം, നേടണം മക്കളെ. സോ ഓൾ ദി ബെസ്റ്റ്, വെരി ഗുഡ്.